പടം കൊള്ളാം. ഫാൻ ബൈ പടം. പുള്ളിയുടെ ആക്ഷനാണ്, ത്രൂ ഔട്ട് ആക്ഷൻ. ഒരു സ്റ്റോറി നമ്മൾ അങ്ങനെ നോക്കേണ്ട ഒരു കമേഴ്ഷ്യൽ പടമാണിത്. ലൈക്ക് നമ്മൾ സ്റ്റോറി ബേസ്ഡ് അങ്ങനെയൊന്നുമില്ല. പുള്ളി ആളുടെ ആ ഡയറക്ടറിന് പുതിയ വേറെ പടങ്ങളുടെ മേക്കിംഗ് ഒക്കെ പോലെ ഒരു പടം. പിന്നെ ബിജിഎമ്മും എല്ലാം കിട്ടില്ല, നന്നായിട്ടുണ്ട്, കൊള്ളാം. സൂപ്പർ പടമാണ്. കമലഹാസനിൽ ലോകേഷെങ്കിൽ അജിത്തിന് ആദ്യം ഗ്രഹിച്ചത് അത്രേ ഉള്ളൂ. തലയുടെ വിളയാട്ടം, തല പൂന്ത് വിളയാടി മരണമാസം. അടുത്ത കാലത്തൊന്നുമില്ല, ഇനി ഇങ്ങനത്തെ ഒരു പടം ഇനി അജിത്തിന് കിട്ടൂല. അത്രയ്ക്ക് അമ്മാര് പടം, ബ്ലോക്ക് ബസ്റ്റർ പറയില്ല, ഒരു രക്ഷയില്ല. പടം മസ്റ്റ് വാച്ച് ആണ്. ഏറ്റവും വലിയ പടം, ഗംഭീര പടം, അടിപൊളി സൗണ്ട് ഇല്ല, സൂപ്പർ സിനിമ. ഓക്കെ, അത് തന്നെ, വേറെ ഒന്നുമില്ല. അൾട്ടിമേറ്റ് സ്റ്റാർ. പോയ സിനിമ ഫ്ലോപ്പ് എങ്കിൽ നമുക്ക് ഈ സിനിമ ഉണ്ട്. ഓക്കെ, അൾട്ടിമേറ്റ് സ്റ്റാർ വേറെ ലെവൽ. വിജയ് സ്റ്റൈൽ പറഞ്ഞ വേറെ ലെവലുങ്ക, വേറെ ലെവലുങ്ക. വേറെ ലെവൽ, അടിപൊളി. തലയുടെ വിളയാട്ടം തന്നെ പറയാം. വേറെ ലെവല്, വൺ മാൻ ഷോ, AK ഷോ, വേറെ ഒന്നുമില്ല. മാസം എന്ന് വെച്ചാൽ വേറെ ലെവല്, വേറെ ലെവല്. അജിത്തെന്ന് വെച്ചാൽ ഇന്ത്യ വൺ മാൻ ഷോ. പടം തുടക്കം മുതൽ അവസാനം വരെ തലയുടെ എല്ലാ പടങ്ങളും വെച്ച ഒരു രക്ഷയില്ല. അതായത് മാർക്ക് ആന്റണി ആ ലെവലൊക്കെ എങ്ങനെയാണോ അതിൻ്റെയൊക്കെ വേറൊരു ഫാൻ ബോയ് സംഭവം. അത് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഇത് കാണുമ്പോൾ വൺ ഫീലാണ്. എന്റർടൈൻമെന്റ് വെച്ചാൽ വേറെ ലെവല്. തല കൊണ്ടുപോകും, തൂക്കിയടി എന്റെ പടം. ഞങ്ങളെ വിട്ടാലും പിടിച്ച് പറയേണ്ട ആവശ്യമല്ല, പോയി കണ്ടോക്കെ. സംഭവം അടിപൊളി പടം, സൂപ്പർ പടം, സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളാം, നെരുപ്പ് പടം. എല്ലാവരും കാണേണ്ട പടം, ഒരു പക്ക ഒരു ഫാൻ ബോയ് പടം. അടിപൊളിയായിട്ടുണ്ട്. അജിത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണുക, അടിപൊളി പടം. പടം ഫുള്ള് പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം വിളയാട്ടമാണ്. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കി എവിടെ ഇത് പടം തൂക്കിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഈ പടം അടിച്ചു തൂക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത്ര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി ഒരു ഫാൻ ബോയ് ആണ്. അപ്പം അതിൻ്റെ ഫുൾ ഒരു ട്രീറ്റിൽ അജിത്തിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എനർജിയാണ്. ഉണ്ട്. തലയുടെ വിളയാട്ടം തന്നെയാണ്. ഫാൻ ബോയ്, പക്ക ഫാൻ ബോയ് പടം. മാസാണ്, ഓവർ ലൗഡാണ്. കാരണം നമുക്ക് ചിലതൊന്നും നോ ലോജിക്കൊന്നുമില്ല. അതായത് പുള്ളിയുടെ തന്നെ നമ്മളിപ്പോൾ പറയില്ല, ഒരാളുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു മാഷപ്പ് കണ്ട പോലെ ഇരിക്കും. പഴയ കുറേ സാധനം എടുത്തിട്ട് ഇപ്പോഴത്തെ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളി ആ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പടം രസമാണ്. അതായത് നിങ്ങൾക്ക് അജിത്തിനെ ഇഷ്ടമാണ്. ഇപ്പം പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കണക്റ്റ് ആവും. ഇപ്പോൾ ദീനയിലെ ഡയലോഗ്, ബില്ലയിലെ ഡയലോഗ്, അമർക്കളത്തിലെ ഡയലോഗ്, ആ ഒരു ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഒരു ഫാൻ ട്രിബ്യൂട്ടാണ് പടം. തൃശ്ശ കൊള്ളാം. പക്ഷെ നമുക്ക് ഈ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അജിത്തിനെ മാത്രമേ പറയാനുള്ളൂ, വേറെ ആരും നമുക്ക് എടുത്ത് പറയാനില്ല. മേക്കിംഗ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പറയില്ല, ഈ ഓവർ ലൗഡ്നെസ് കൂടിയിട്ടുണ്ട്. അതായത് പുള്ളി അങ്ങ് ക്രേസി ആയിട്ടാണ് എടുത്തേക്കണം. നമുക്ക് രസമാണ്. അതായത് ഒരു വേറെ ഒന്നും ആലോചിക്കാതെ അജിത്തിന് കുറേ എനർജറ്റിക് പെർഫോമൻസ് കാണാം. കുറേ നാളിന് ശേഷം അയാളുടെ ഒരു പഴയ ഒരു ലുക്ക് ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ ഒന്നും അല്ല എടുത്തിരിക്കണം. അയാൾ തന്നെ ആ റോളിലോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ബോക്സ് ഓഫീസ് ബാക്കിയുള്ള സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതിന് പറ്റിയ സ്ഥലം തമിഴ്നാട്. ഇവിടെ തന്നെ കിടില റെസ്പോൺസ് ആയിരുന്നു. കുറേ അജിത് ഫാൻസുകൾ ഉണ്ടായിരുന്നു. ഫാൻസുകാർക്ക് ഒരു ട്രിബ്യൂട്ടാണ്. ബാക്കി ഫാമിലി സെന്റിമെന്റ്സിന് വേണ്ടി കുറേ ഇമോഷണൽ എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വർക്കൗട്ട് ആയിട്ടില്ല. കംപ്ലീറ്റ്ലി അജിത്തിന്റെ ഫാൻസിന് ട്രീറ്റ് ആണ് പടം. പ്യുവർ ഫാൻ ബോയ് പടം. അതിൽ 100% അയാളെ സിനിമാറ്റിക് ലിബർട്ടി മൊത്തം എടുത്തിട്ടുണ്ട്.